വാർദ്ധക്യം എന്ന് പറയുന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിന് ഞാൻ 2 ഭാഗമായിട്ട് തിരിച്ചു. ഒന്ന്, വാർദ്ധക്യം വന്ന് ഭവിക്കുന്ന ആ കാലഘട്ടം, വാർദ്ധക്യത്തിലെ ഓൺസെറ്റ് ഓഫ് ഓൾഡ് ഏജ്, അത് നീട്ടിക്കൊണ്ടുപോവുക. 2, വാർദ്ധക്യം വന്ന് പെട്ടുകഴിഞ്ഞാൽ ആ കാലഘട്ടം എങ്ങനെ, അത് പ്രൊലോങ് ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല, അതെങ്ങനെ ഏറ്റവും രക്ഷാകരമാക്കാൻ സാധിക്കും. 2 കാര്യങ്ങളാണ്. ഇതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് എങ്ങനെയാണ് ഓൺസെറ്റ് ഓഫ് ഓൾഡ് ഏജ് നീട്ടിക്കൊണ്ടുപോവുക. എല്ലാവർക്കും താല്പര്യമുള്ളൊരു വിഷയമായിരിക്കും. അതുകൊണ്ട് ഞാനത് ആദ്യം തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, ഒന്ന്, 10 പ്രമാണങ്ങളിൽ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് ദീർഘകാലം ജീവിക്കാനായിട്ട് സാധിക്കുക ഉണ്ടല്ലോ, പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതാണ് ആദ്യം പറഞ്ഞത്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ ചെറുപ്പകാലത്ത് അവർ പറയുന്നത് അനുസരിക്കുക, പ്രായമാകുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടതായ സ്നേഹവും ആവശ്യങ്ങളും ഒക്കെ കൊടുക്കുക. ഇതാണ് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ദീർഘകാലം ജീവിക്കും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്, ഞാൻ വാഗ്ദാനം ചെയ്യുന്നതല്ല. അത് സംഭവിച്ചിരിക്കും, സംശയമൊന്നുമില്ല. രണ്ടാമത്തേത് വ്യായാമം, ആവശ്യത്തിന് വ്യായാമം ചെയ്യുക. അത് അമിതമാകരുത്, കുറഞ്ഞു പോവുകയും ഇല്ലാതെ പോവുകയും ചെയ്യരുത്. മൂന്നാമത്തേത് ഭക്ഷണം ക്രമീകരിക്കുക. ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനും ഹാനികരമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക. 4, ആവശ്യത്തിന് ഉറങ്ങുക. 5, ഉറങ്ങുന്ന സമയത്ത് ധാരാളം ഓക്സിജൻ സപ്ലൈ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത് കിടന്ന് ഉറങ്ങുക. 6, പക, ദേഷ്യം, കോപം ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. 8, മദ്യപാനം, മയക്കുമരുന്നുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക. 9, അപകടകരമായ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇത്രയൊക്കെ ചെയ്താൽ ദീർഘകാലം നമുക്ക് ഇത് നീട്ടിക്കൊണ്ടുപോകാം. ആരോഗ്യകരമായ ജീവിതം ദീർഘകാലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇനി എത്ര നിങ്ങൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് വയസ്സാവും, വാർദ്ധക്യം വരും. എപ്പോഴാണ് വാർദ്ധക്യം വരിക? അത് ഏതാ ഒരു ഏജ് വല്ലതാണോ? അല്ല. ശരീരത്തിൻ്റെ കഴിവുകൾ കുറഞ്ഞൊരു പരിധി വിട്ടു പോകുമ്പോൾ നമ്മളതിനെ വാർദ്ധക്യം എന്ന് വിളിക്കുന്നു. ചിലപ്പോൾ നടക്കാനുള്ള ഒരു കഴിവ് കുറവുണ്ടാവാം, കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് കുറവാവാം, ഓർമ്മിക്കാനുള്ള കഴിവ് കുറവാവാം. ഇങ്ങനെയൊക്കെ കഴിവുകൾ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ വാർദ്ധക്യം എന്ന് പറയും. അങ്ങനെ വാർദ്ധക്യം അനുഗ്രഹപ്രദമാക്കാൻ എന്താ മാർഗം? ഇതാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വിചാരിക്കുന്നത്. പലപ്പോഴും വാർദ്ധക്യം വന്ന് പെട്ടുകഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ എന്തോ ഒരു വെറുപ്പ് തോന്നി തുടങ്ങും. ഞാനൊന്നിനും കൊള്ളാത്തവനാണ്, അങ്ങനെ അത്തരത്തിലുള്ള ചിന്ത വന്നു തുടങ്ങും. അതൊരിക്കലും പാടില്ല. ഞാൻ പറയുക, നിങ്ങളെപ്പോഴും നിങ്ങളുടെ പഴയ കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അഭിമാനം തോന്നണം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന എനിക്ക് 80 വയസ്സായി. 80 വയസ്സായ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, മാഷ്ക്ക് എത്ര വയസ്സായി? ഞാൻ പറയും ഓൺലി 80 years, എനിക്ക് 80 ആയിട്ടേ ഉള്ളൂ, അങ്ങനെയാണ് പറയാറ്. പലപ്പോഴും അങ്ങനെയാണ് പറയാം. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ശരീരം കൊണ്ട് അല്പം പ്രായമായെങ്കിലും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഒരു യുവാവാണ് എന്ന് ചിന്തിക്കണം എപ്പോഴും. ഐ എം എ യൂത്ത് ഇൻ മൈ മൈൻഡ്. എൻ്റെ മനസ്സിൽ ഞാനെപ്പോഴും ഒരു യുവാവാണ് എന്ന് വിചാരിച്ച് യുവാവ് ചെയ്യുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സുകൊണ്ട് ഇന്നും ഞാനൊരു യുവാവാണ്, എനിക്ക് ഇപ്പോഴും എന്നെ ആസ്വദിക്കാനും ഒക്കെ കഴിയും എന്ന് പല കാര്യങ്ങളും, നല്ല കാര്യങ്ങൾ ഇപ്പോഴും ആസ്വദിക്കാനായിട്ട് എനിക്ക് കഴിയും. അതാണ് യുവത്വത്തിൻ്റെ ഒരു ലക്ഷണം, പലതും ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വരാവുന്ന ഒരു ചിന്ത, എൻ്റെ മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ ഇവരൊന്നും എന്നോട്
നന്ദിയോടുകൂടി പെരുമാറണില്ല, അവരൊന്നും താങ്ക്ഫുൾ അല്ല. അവരൊക്കെ ഞാൻ ചെയ്ത കഷ്ടപ്പാടുകൾ ഒക്കെ മറന്നുപോയി. ഞാൻ എത്രയോ കഷ്ടപ്പെട്ടാണ് അവരെയൊക്കെ വളർത്തിയത്, എന്തൊക്കെ വിഷമങ്ങൾ സഹിച്ചിട്ടാണ് ഞാൻ അവരെ വളർത്തി ഈ നിലയിലാക്കിയത് എന്നൊക്കെ നിങ്ങൾ ഓർത്ത് അവരൊന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കണില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. കൊച്ചുമക്കൾ തിരിയുന്നില്ല. ഞാനൊരു സത്യദീപം എന്ന് പറയുന്ന ഒരു മാഗസിൻ എല്ലാവർക്കും അറിയാം, ചെറുപ്പത്തിൽ തൊട്ട് വായിക്കുന്ന ഒന്നാണ്. 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ തുടങ്ങി സത്യദീപം വായിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. അതിലൊരിക്കൽ ഒരു കഥ എഴുതിയിരിക്കുന്നത് കണ്ടു. ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരികയാണ്. സ്കൂളിൽ നിന്ന് വരുമ്പോൾ ടൈയും കോട്ടും സൂട്ടൊക്കെ ധരിച്ചിട്ടാണ്, ഷൂസൊക്കെ ഇട്ട് വരികയാണ്. അത് കയറി വന്നു, ബാഗുമായിട്ട് അകത്തേക്ക് പോയി. അകത്തേക്ക് പോകുമ്പോൾ പൂമുഖത്ത് വരാന്തയിൽ ഒരു വയസ്സായ ഒരാളിരിക്കുന്നുണ്ട്. അകത്ത് പോയിട്ട് ആ കുട്ടി മമ്മിയോട് ചോദിക്കുകയാണ്, അമ്മയോടല്ല കേട്ടോ, മമ്മിയോട് ചോദിക്കുന്നു, ഹു ഈസ് ദറ്റ് ഓൾഡ് ഗായ് സിറ്റിംഗ് ഇൻ ദ വരാന്ത? അത് ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. അതിനകത്ത് സത്യദൈവത്തിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഹു ഈസ് ദറ്റ് ഓൾഡ് ഗായ് ഹു ഈസ് സിറ്റിംഗ് ഇൻ ദ വരാന്ത? അത് ആ കുട്ടിയുടെ അമ്മയുടെ അപ്പൻ്റെ അപ്പനായിരുന്നു. ഈ അപ്പൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ ഓരോ മക്കളുടെയും വീടുകളിൽ 2 മാസം 3 മാസം മാറി മാറി താമസിക്കുകയാണ്. വയസ്സുകാലത്ത് അമ്മയില്ല, മരിച്ചുപോയി, ഭാര്യയില്ല, മരിച്ചുപോയി. അപ്പോൾ ഓരോ മാസവും മാറി മാറി താമസിക്കുക. ഈ അപ്പാപ്പനുമായിട്ട് ഈ കുഞ്ഞിന് ബന്ധമില്ല. ഇതൊക്കെ വയസ്സാവുമ്പോൾ ഈ കൊച്ചുകുട്ടീനെ ചെറുപ്പത്തിലെയൊക്കെ നന്നായി പരിപാലിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഈ മകനെ എത്രമാത്രം ലാളിച്ചിട്ടുണ്ടാവും, ഇതൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരും. എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങൾ പോൾ വാൾട്ട് എന്ന് പറഞ്ഞ ഒരു ഐറ്റം കണ്ടിട്ടുണ്ടോ? സ്പോർട്സ് ഗ്രൗണ്ടിൽ ഒരു വടി ഇങ്ങനെ കൊണ്ടുവന്ന് ഓടി വന്നിട്ട് നിലത്ത് കുത്തി ഉയർന്ന് ചാടി അപ്പുറത്തേക്ക് ഒരു ബാറ് വെച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് കടന്നു വീണാൽ ഉടനെ തന്നെ ആ പോൾ തള്ളി പുറത്തേക്ക് ഇടും, അല്ലെങ്കിൽ ഫോളാവും. ഇത് ഒരു നിയമമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. നമ്മൾ വഴി മക്കളുടെ മക്കളൊക്കെ ഉയർന്നു. പക്ഷേ അവരുടെ കാര്യം നോക്കേണ്ട സമയം വരുമ്പോൾ അവരത് ചെയ്തോട്ടെ. ആ പോളിന് ഒരിക്കലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവില്ല. എന്നെ ഉപയോഗിച്ച് ഇത്രയും ഉയരത്തിൽ ചെന്ന് എന്നെ ഇപ്പം ഇങ്ങോട്ട് തള്ളിയിട്ടു. ആ പോളിന് ഒരിക്കലും അങ്ങനെ ഒരു വിഷമം തോന്നിയിട്ടുണ്ടാവില്ല. നമുക്കും അങ്ങനെ തോന്നാൻ പാടില്ല. എൻ്റെ കടമ ഞാൻ ചെയ്തു, അവനെ ഉയർത്തേണ്ട കടമ ഞാൻ ചെയ്തു, ഇനി അവൻ്റെ കാര്യം നോക്കട്ടെ. അത്തരത്തിലുള്ള ഒരു ചിന്ത വെച്ചിട്ട് വേണം പെരുമാറാനായിട്ട്. ഞാൻ എല്ലാ വർഷവും കുന്നംകുളം ഭാഗത്ത് ഒരു വയസ്യന്മാരുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകാറുണ്ട്. അവരവിടെ ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാമാണ് നടത്തുക, ഒരു ദിവസത്തെ പ്രോഗ്രാം. അപ്പം അതിൽ എനിക്ക് ഒരു ടോക്കുണ്ട്. ഞാനൊരു മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ അവരോട് സംസാരിക്കും. അപ്പോൾ അവിടെ ഞാൻ പറയാറുള്ള ഒരു കാര്യം ആണ് ഇത്. നമ്മളൊരിക്കലും നമ്മൾ ചെയ്ത നന്മയെ ഓർത്ത് മറ്റൊരാളിൽ നിന്ന് നന്ദി പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കടമ നിർവഹിച്ചു എന്നോർത്താൽ മതി. മരിച്ച വീട്ടുകളിലൊക്കെ ഒരു പ്രാർത്ഥനയുണ്ട്. പൗലോസ്ലീഹ പറയുന്ന ഭാഗമാണ്, ഞാൻ നല്ല ഓട്ടം ഓടി എന്നാണ്. നമ്മളങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, ആ മകനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ എൻ്റെ ഭാഗത്തു നിന്ന് വല്ല പോരായ്മയുണ്ടായോ എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾക്ക് തോന്നിയാലോ, ഇനി നിങ്ങൾക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ എങ്ങനെയാണ്? അവന് പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്രയർ സപ്പോർട്ട്, ദാറ്റ്സ് എ ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്. ഏറ്റവും വലിയ സപ്പോർട്ടാണത് പ്രയർ സപ്പോർട്ട് എന്ന് പറയുന്നത്. ആ പ്രയർ സപ്പോർട്ട് നിങ്ങൾ കൊടുക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചിന്തിക്കണം, ഞാൻ ആ മകനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതിൽ ഇത്രയും പോരായ്മകൾ വന്നു പെട്ടിട്ടുണ്ട്. അത്
ഞാൻ ഇനി എങ്ങനെ അതേപ്പറ്റി ദുഃഖിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ ചെയ്യരുത്. പകരം എൻ്റെ നോട്ടക്കുറവ് കൊണ്ട് എൻ്റെ മകനിൽ വന്നുപോയ ആ കുറവുകൾ ദൈവമേ നീയായിട്ട് നികത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് പ്രയർ സപ്പോർട്ട് എന്ന് പറയുന്നത്. വയസ്സാവുമ്പോൾ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിന്, അല്ലെങ്കിൽ ഒരു കാലത്ത് നമ്മുടെ ഡിപ്പെൻഡൻസ് ആയിരുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന് ഈ പ്രയർ സപ്പോർട്ടാണ്. രണ്ടാമത് ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. നിങ്ങൾ ആരെങ്കിലും കയറ്റി അയക്കാനോ ഒക്കെ വിമാനത്താവളത്തിൽ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വിമാനത്തിൽ യാത്ര ചെയ്യാനായിട്ട് ഇട വന്നിട്ടുണ്ടാവും. നിങ്ങൾ വിമാനത്തിൽ കയറി വിമാനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നിലത്തുകൂടെ കുറേ നേരം ഓടും. എന്തിനാ ഓടുന്നത്? പെട്രോൾ കത്തിച്ച് കളയാനല്ല. വിമാനത്തിന് പൊങ്ങണമെങ്കിൽ ഒരു ടേക്ക് ഓഫ് സ്പീഡ് വേണം. ആ ടേക്ക് ഓഫ് സ്പീഡ് എത്താൻ വേണ്ടിയാണ് ആ നിലത്ത് കിടന്ന് ഇങ്ങനെ ഓടുന്നത്. അങ്ങനെ ടേക്ക് ഓഫ് സ്പീഡ് എത്തിക്കഴിഞ്ഞപ്പോൾ വിമാനം നിലത്തിനെ ഉപേക്ഷിച്ച് പൊങ്ങിപ്പോവുകയാണ്. അപ്പോൾ ആ ഗ്രൗണ്ട് ഇങ്ങനെ വിലപിക്കുമോ? ഈ നേരം വരെ എന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ചു എന്ന് ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുമോ? ഒരിക്കലും ചിന്തിക്കില്ല. ആ ഗ്രൗണ്ട് ഇങ്ങനെ അഭിമാനം കൊള്ളും. യെസ്, ഞാൻ അവനെ ഉയർത്തി. അങ്ങനെയാണ് ആ ഗ്രൗണ്ട് ചിന്തിക്കുക. അപ്പോൾ വയസ്സായ ആളുകളൊക്കെ അങ്ങനെ ചിന്തിക്കണം. എൻ്റെ കഴിവുകൾ ഞാൻ ഉപയോഗപ്പെടുത്തി ആ മകനെ, ആ മകളെ, ആ കൊച്ചുമകനെ അവനൊക്കെ ഉയർത്തി. അങ്ങനെ ചിന്തിക്കണം നമ്മൾ. എന്നിട്ട് തിരിച്ച് ഇങ്ങനെ ചിന്തിക്കരുത്, ഇത്രയൊക്കെ ചെയ്തിട്ടും അവനിപ്പോൾ എന്നെ ഓർക്കണില്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് നമ്മുടെ കടമയാണ്. വീണ്ടും ഒരിക്കൽ കൂടി പറയട്ടെ, ഓരോ ദിവസവും നമ്മുടെ മകനെയോ കൊച്ചുമകനെയോ അവരൊക്കെ നോക്കി നമ്മൾ നോക്കണം. നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയണം, ഇങ്ങനെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തമ്പുരാനോട് പറയാൻ, എൻ്റെ പോരായ്മകൾ നീയായിട്ട് നികത്തണമേ. പ്രയർ സപ്പോർട്ട് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ല, ദുഃഖം ഉണ്ടാവില്ല. ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. രണ്ടാമത് ഒരു കാര്യം ഓർക്കേണ്ടത്, വാർദ്ധക്യം ഇന്നെവിറ്റബിളാണ്. മരണം ഇന്നെവിറ്റബിളാണ്. ഈ വാർദ്ധക്യം നമുക്ക് ലഭിച്ചത് അത് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ്. നല്ല ഒരു മരണത്തിന് ഒരുങ്ങാനാണ് ഈ വാർദ്ധക്യം എനിക്ക് തന്നത്, ഈ രോഗം എനിക്ക് തന്നത്. ഒരു പക്ഷേ ക്യാൻസർ രോഗമാവാം, അല്ലെങ്കിൽ TB ആവാം. TB ഒക്കെ ഇപ്പോൾ ചികിത്സിച്ച് ഭേദമാക്കാനായിട്ട് കഴിയും. അങ്ങനെ ഭേദമാക്കാൻ പറ്റാത്ത ഒരു രോഗമാകാം. ഇതൊക്കെ നമുക്ക് ലഭിച്ചത് നമുക്ക് ഒരുങ്ങാൻ വേണ്ടിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ, എൻ്റെ സീനിയറായിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ്, ആ അധ്യാപകൻ ആ ടീച്ചറെയും പഠിപ്പിച്ചിട്ടുണ്ട്. രത്നാബായി എന്നാണ് ആ ടീച്ചറിൻ്റെ പേര്. അവരും ഫിസിക്സ് പ്രൊഫസറായിരുന്നു. ഒരു കാലത്ത് റിട്ടയർ ചെയ്തു. മാഷെ കാണാൻ ചെന്നപ്പോൾ മാഷ് പറഞ്ഞു, തോമസിനോടൊന്ന് എന്നെ കാണണമെന്ന് പറയൂ, എനിക്ക് തോമസിനെ ഒന്ന് കാണണം എന്ന്. ഞാൻ പോയി. അത് ഇങ്ങനെ രത്നാബായി എന്നോട് പറഞ്ഞു, എന്താ വളരെ കടുപ്പിലാണ്, അനങ്ങാൻ പറ്റില്ല. ഞാൻ ചെന്നു. പോകുമ്പോൾ ഞാനൊരു കൊന്ത, നല്ല ഒരു മനോഹരമായൊരു കൊന്ത മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം ഉണ്ടായ സംഭവം പറഞ്ഞു. അദ്ദേഹത്തിന് പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡ് ഓപ്പറേഷൻ അത് കഴിഞ്ഞിട്ട് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്യൂബ് അങ്ങനെ പെട്ടെന്ന് ഊരി പോരാണ്ടിരിക്കാനായിട്ട് അതിന് എന്തോ ഒരു ടെക്നിക്കുണ്ട്, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉറക്കത്തിൽ അദ്ദേഹം ഈ ട്യൂബ് വലിച്ചൂരി ഫോഴ്സ്ഫുള്ളായിട്ട്. അപ്പോൾ ഇറിപ്പയറബിൾ ആകത്തക്ക വിധത്തിൽ എന്തോ ഡാമേജ് ഉണ്ടായി. ഇപ്പോഴും ട്യൂബിട്ട് സൈഡിൽ കൂടെ മറ്റോ ട്യൂബിട്ട് കിടക്കുകയാണ്. നമുക്ക് സങ്കടം തോന്നും. വളരെയേറെ എന്നെ സ്നേഹിച്ചിട്ടുള്ളൊരു അധ്യാപകനാണ്. 1963 MSc കഴിഞ്ഞ ഉടനെ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. അദ്ദേഹം ചോദിച്ചു, തോമസിന് നൈജീരിയയിൽ പോകണോ? അന്ന് കാലത്ത് ആൾക്കാരൊക്കെ പോവുക നൈജീരിയയിലേക്കാണ്.
അവിടെ പെട്ടെന്ന് ജോലി കിട്ടും, നല്ല ശമ്പളം കിട്ടും. ഇവിടെ ഒരു അധ്യാപകൻ്റെ ശമ്പളം 125 രൂപയോ 85 രൂപയോ ഒക്കെയാണ്, അവിടെ ആയിരങ്ങൾ കിട്ടും. അപ്പോൾ അവിടേക്ക് പോകണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട മാഷേ, എനിക്ക് എൻ്റെ ഈ നാടാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ സ്നേഹിച്ചൊരു അധ്യാപകനാണ്. സാറ് കരഞ്ഞു, ഞാനും കരഞ്ഞു, കുറേ നേരം കരഞ്ഞു. എനിക്ക് എന്താ പറയേണ്ടതെന്ന് തോന്നിയ ആശയം ഇതായിരുന്നു: മാഷ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കറിയാം. വളരെ നന്നായി കുട്ടികളെ പഠിപ്പിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്തുകൊണ്ട് മാഷക്ക് ഇതിങ്ങനെ വന്നു എന്ന് ഞാനിങ്ങനെ തമ്പുരാനോട് ചോദിക്കുകയാണ്. തമ്പുരാൻ തരുന്ന മറുപടി ഇതാണ്: ഒരുങ്ങാനായിട്ടുള്ളൊരു സമയമാണ് ഇത്. എല്ലാവർക്കും നമുക്ക് പോകണം. ലാസർ വരെ തിരിപ്പോയില്ലോ. യേശു നേരിട്ട് സൗഖ്യം കൊടുത്ത ലാസർ പോലും പോയല്ലോ. അല്ലെങ്കിൽ ലാസർ ഇന്ന് ഇവിടെയൊക്കെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഉണ്ടാകുമായിരുന്നല്ലോ. അപ്പോൾ നമുക്കൊക്കെ പോകേണ്ടതാണ്, അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ അതിനു വേണ്ടി ഒരുങ്ങാൻ ദൈവം തന്ന ഒരു സമയമായിട്ട് കണക്കാക്കി തമ്പുരാന് നന്ദി പറയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. മാഷോട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓൾഡ് ഏജിനെ നമ്മൾ വയസ്സായവർ കാണേണ്ടത് അങ്ങനെയാണ്. ഒരുക്കം, എന്തൊക്കെ തരത്തിൽ നമുക്ക് ഒരുങ്ങാൻ കഴിയുമോ അതൊക്കെ ഒരുങ്ങുക. നടന്ന് പള്ളിയിൽ പോകാനൊക്കെ ആരോഗ്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അങ്ങനെ ഇനി അത് പോകാനുള്ള സൗകര്യം ഇല്ല, അതിനുള്ള ആരോഗ്യമില്ല, ആരോഗ്യമുണ്ട് പക്ഷേ സൗകര്യമില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഇന്ന് മാധ്യമങ്ങളിൽ കുർബാനകളും അതുപോലെ നല്ല നല്ല സംവാദങ്ങളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കാം. നല്ല പുസ്തകങ്ങൾ വായിക്കാം. കാഴ്ചയുണ്ട് എങ്കിൽ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാം. ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് കാര്യത്തിനും ഒരു ഒരുക്കം വേണമല്ലോ. ഒരു തീവണ്ടി യാത്രയ്ക്ക് നമ്മൾ പുറപ്പെട്ടാൽ അതിനൊരു ഒരുക്കം ഉണ്ടാവില്ലേ? നിങ്ങൾ വിമാനയാത്രയ്ക്ക് പോകുമ്പോൾ അതിനൊരു ഒരുക്കം ഉണ്ടാവില്ലേ? എല്ലാ കാര്യങ്ങൾക്കും ഒരുക്കം വേണം. മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ ഒരുക്കത്തിൽ അല്പം പോരായ വന്നാൽ അടുത്ത പ്രാവശ്യം നമുക്ക് നന്നായി ഒരുങ്ങാം. ഒരു വിമാനയാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങി, അത് മുഴുവനായിട്ട് തയ്യാറായിരുന്നില്ല, കുറച്ച് പോരായ്മകളുണ്ടായിരുന്നു, അത് അടുത്ത പ്രാവശ്യം നമുക്ക് മുഴുവനാക്കാം. ഈ വിദേശയാത്ര ഒറ്റ യാത്രയേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരുക്കം പോരായ്മ വരാൻ പാടുണ്ടോ? ഒരുക്കത്തിൽ പാടില്ല. അതുകൊണ്ട് ഏറ്റവും നന്നായി ഒരുങ്ങാനായിട്ടാണ് ഈ സമയം ഉപയോഗപ്പെടുത്തേണ്ടത്. ഏറ്റവും ശാന്തരായി കഴിയാനായിട്ട് ശ്രമിക്കുക. ഈ സമയത്ത് നമ്മളെ ശല്യപ്പെടുത്തുന്ന പൈശാചിക ശക്തികളുണ്ടാവും ഈ സമയത്ത്. കാരണം ഇതാണല്ലോ ലാസ്റ്റ് കടന്നു പോകേണ്ടത്. അതുകൊണ്ട് ഇവിടെയാണ് പിശാച് നമുക്ക് കെണികളൊക്കെ ഒരുക്കുന്നത്. ചെറുപ്പകാലത്ത് കെണികളൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും. ചെറുപ്പകാലത്ത് ധാരാളം കെണികൾ ഒരുക്കിയിട്ടുണ്ടാവും. നമ്മൾ കെണിയിൽ വീണിട്ടുണ്ടാവും. പക്ഷേ ആ കെണിയിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടാവാം. പക്ഷേ ഇത് അവൻ്റെ അവസാനത്തെ കെണിയാണ്. ഈ കെണി ഏറ്റവും നന്നായി നമ്മൾ തരണം ചെയ്യാനായിട്ട് തമ്പുരാനെ ആശ്രയിക്കുക. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്നും ഒരു 50-60 പ്രാവശ്യമെങ്കിലും പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. കൊച്ചു ചെറുപ്പത്തിൽ പഠിച്ചതാണ്. ജെയിംസ് പിതാവും ഞാനുമൊക്കെ ഒരേ സ്കൂളിലാണ് പഠിച്ചത്. ജെയിംസ് പിതാവ് ഒരു പ്രാർത്ഥന ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ഈ പ്രാർത്ഥന ചേർത്തിട്ടുണ്ട്. തിരുഹൃദയമേ, യേശുവിൻ്റെ തിരുഹൃദയമേ, എൻ്റെ ശരണം മുഴുവൻ ഞാൻ അങ്ങിൽ വെച്ചിരിക്കുന്നു. ഇതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. വേറെ ആരും ശരണമില്ല. ഈ ലോകത്തിൽ വേറെ ആരും ശരണമായിട്ടില്ല. വളരെ സ്നേഹിച്ച മക്കൾ, വളരെ സ്നേഹിച്ച ഭാര്യ, വളരെ സ്നേഹിച്ച ജീവിത പങ്കാളി, വളരെ സ്നേഹിച്ച കൊച്ചുമക്കൾ, അവരാരും ഇല്ല. അവസാനം തമ്പുരാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ICUവിൽ കിടക്കുകയാണെങ്കിലും അവിടെ വേറെ ആരും ഉണ്ടാവില്ല. അവസാനത്തെ ആ നിമിഷത്തിൽ
നിങ്ങളുടെ ആശ്രയമായിരിക്കുന്നത് തമ്പുരാൻ മാത്രമാണ്. ഞാൻ ഓർക്കുന്നു, ഒരു ദിവസം പ്രെയർ മീറ്റിങ്ങിൽ ഒരു കുട്ടി, സുചിത്ത് എന്നാണ് ആ കുട്ടിയുടെ പേര്, ഹിന്ദു ആണ്. അവൻ ഇങ്ങനെ വിട പറയുന്ന ഒരു ടോക്കാണ്, ഓരോരുത്തർക്കും ആവശ്യമുള്ളത് സംസാരിക്കാം. അപ്പോൾ അങ്ങനെ ഈ കുട്ടി പറഞ്ഞത് ഇതാണ്: നമ്മൾ ഇതുവരെ ആശ്രയിച്ചിരുന്ന നമ്മുടെ മാഷന്മാരോ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നമ്മളെ ഇതുവരെയൊക്കെ ലീഡ് ചെയ്യുന്ന നമ്മുടെ തോമസ് മാഷോ ഒന്നും നമ്മുടെ അവസാന കാലഘട്ടത്തിൽ എന്ന് മാത്രമല്ല, ചിലപ്പോൾ ആവശ്യ നേരത്ത് നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ഒരേ ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ, തമ്പുരാൻ. അത് നിങ്ങൾ മറക്കരുത് എന്ന് കൂട്ടുകാരോട് പറഞ്ഞത് ഞാൻ ഇന്നും എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. അവൻ പറയണത് ഒരു 10-25 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതിപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ഇത് മാത്രമാണ്. യേശു മാത്രമാണ് നമുക്ക് കൂടെ ഉണ്ടാവുക, തമ്പുരാൻ മാത്രമാണ്. അതുകൊണ്ടാണല്ലോ സഭ ജപമാലയിൽ ആ പ്രാർത്ഥന ചേർത്തിരിക്കുന്നത്. ജപമാലയിലെ പ്രാർത്ഥനകൾ മുഴുവൻ ദൈവവചനങ്ങളാണ്. ഇതൊഴിച്ച് പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണ് മരണസമയം. അതുകൊണ്ടാണ് നമ്മളിപ്പോഴേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അത്രയും മാതാവിൻ്റെ സഹായം ആ നേരത്ത് നമുക്ക് ഉണ്ടാകും. അപ്പോൾ മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാണ് ഈ വാർദ്ധക്യം. അത് ഏറ്റവും സന്തോഷപ്രദമാക്കുക. പിന്നെ നമ്മളൊന്ന് ചെയ്യേണ്ടത്, നമ്മൾ മൂലം ഒരു ആൾക്കൊരു ദ്രോഹം വരരുത്, അസൗകര്യങ്ങൾ വരരുത്, നമ്മൾ ദേഷ്യവും കോപവും ഒന്നും പ്രകടിപ്പിക്കരുത്. ഞാനൊരു ദിവസം ആരാണെന്ന് ഞാൻ പറയില്ല, പറഞ്ഞാൽ അറിയുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തി വളരെ ക്രിട്ടിക്കൽ അവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കി ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു. മിഷൻ ഹോസ്പിറ്റലിൽ പോയി. അവിടെ അദ്ദേഹത്തിന് മാത്രമായിട്ടൊരു മുറിയുണ്ട്, കാരണം അത്രയും ഒരു VIP ആണ് അദ്ദേഹം. അങ്ങനെ മുറിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ശുശ്രൂഷിക്കാനായിട്ട് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ കാണുന്നവരോടും സംസാരിക്കുന്നവരോടും ഒക്കെ ഭയങ്കര ദേഷ്യവും കോപവുമാണ്. ചൂടുള്ള കാപ്പി കൊണ്ടുപോയി കൊടുത്താൽ പറയും ചൂട് കൂടിപ്പോയി എന്ന് പറയും. അല്ലെങ്കിൽ കുറച്ച് തണുത്തതാണെങ്കിലോ അത് ചൂടില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ അസ്വസ്ഥനായിട്ട് ഞാൻ ആ വ്യക്തിയെ കണ്ടു. നമ്മൾ എപ്പോഴും ഗാർഡഡ് ആയിട്ടിരിക്കേണ്ട ഒന്നാണ്. നമ്മളെ ശുശ്രൂഷിക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ പ്രതിഷേധത്തോടുകൂടി ജീവിക്കുന്ന കുറേ പേരുണ്ട്. അതൊന്നും പാടില്ല. തമ്പുരാനെ ആശ്രയിച്ച് തമ്പുരാനെ മുറുകെ പിടിച്ച് ഏറ്റവും സുന്ദരമായ ഒരു ഉറക്കമായിട്ട് നമ്മുടെ മരണം മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. വാർദ്ധക്യകാലം ദൈവത്തോടു കൂടെ ആയിരിക്കുക, എപ്പോഴും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുക. നമ്മുടെ ഡിപ്പെൻഡൻസ് ഓർമ്മയുള്ളിടത്തോളം കാലം അവരുടെയൊക്കെ പേര് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോ ദിവസവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇത്രയുമൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വാർദ്ധക്യം സന്തോഷപ്രദമാക്കാനും സമാധാനപ്രദമാക്കാനും ഏറ്റവും പ്രധാനമായിട്ട് രക്ഷാകരമാക്കാനും സാധിക്കും. ദൈവം നമ്മളെ അതിനെല്ലാം അനുഗ്രഹിക്കട്ടെ. എന്ന് വെച്ചാൽ വേഗം വാർദ്ധക്യം വരട്ടെ എന്നല്ല, അങ്ങനെ വാർദ്ധക്യം വരുമ്പോൾ എല്ലാവരെയും ദൈവം അത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.